താരപ്പകിട്ടിലേക്ക് സ്വാഗതം. മലയാളത്തിൻ്റെ അക്ഷര ചക്രവർത്തി ഓർമ്മയായി 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. ONV സ്മൃതികളുമായി എത്തുന്നു കൊച്ചുമകളും ഗായികയുമായ അപർണ. അപർണ, ഹായ് ചേച്ചി. ഹലോ. ONV സർ ഒരിക്കലും നമ്മളെ ഓർമ്മയായി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ONV സർ നമ്മളോടൊപ്പം ഉണ്ട്, കവിതകളും പാട്ടുകളും ഒക്കെ. എങ്ങനെ ഓർക്കുന്നു മുത്തശ്ശൻ്റെ പാട്ടുകളും? ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, അത്രയും വിശ്വസിക്കാൻ. അപ്പം ഞങ്ങൾക്ക് ശരിക്കും അപ്പം എത്രയായിരിക്കും എന്നുള്ളത് സത്യം മിസ് ചെയ്യുന്നു. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്യുന്നത് എന്താ നമ്മൾ അറിയുന്നത്. നമ്മൾ 1 വർഷമായി എന്നുള്ളത് ഞങ്ങൾ ശരിക്കും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ തോന്നുന്നില്ല. ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മളോടൊപ്പം എല്ലാവരോടൊപ്പം എപ്പോഴും സാറുണ്ട്. മുത്തശ്ശന് പാടി കേൾപ്പിച്ച ഒരു ഓർമ്മ ഏത് പാട്ടാണ്? മുത്തശ്ശൻ മിക്കവാറും പ്രോഗ്രാംസിന് ഇപ്പോൾ പോകുമ്പോൾ ചോദിക്കും ഏതൊക്കെയാണ് പാടുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ അതിൻ്റെ ചിലപ്പോൾ 2 പേരെയൊക്കെ അങ്ങനെ ചിലപ്പോൾ ചോദിക്കും. അതല്ലാതെ ഈ പാട്ട് പാടും അങ്ങനെ ചിലപ്പോൾ സന്ധ്യ കണ്ണീരിതൻ്റെ അങ്ങനെ പ്രാവശ്യം പാടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഓർമ്മ വരുന്നത് പറയാണ്. പിന്നെ സൗര്യത അങ്ങനെ കുറച്ച് പാട്ടുകൾ പക്ഷെ ചിലപ്പോൾ എന്തെങ്കിലും പരിപാടിക്ക് പോകുന്നെങ്കിൽ ചിലപ്പോൾ ഒന്ന് കേൾക്കാൻ, അല്ലെങ്കിൽ കവിതയാണെങ്കിൽ കേൾപ്പിക്കും, പാടി കേൾപ്പിക്കാറുണ്ട്. കവിത എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കവിതയാണ് കോതമ്പ് മണികൾ. 2 വരി പാടാം. ഞാൻ ചെറുതാവുമ്പോൾ ആദ്യമായിട്ട് ചൊല്ലിയ കവിതകളിലൊന്നാണ് കുഞ്ഞടുത്തിയും കൊതുമ്പുണ്ണികളായിരുന്നു ആദ്യമായിട്ട്. അപ്പം എനിക്ക് അതുകൊണ്ടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് ആ കവിത. കുറച്ച് വരികൾ ചൊല്ലാം. പേരറിയാത്തൊരു പെൺകിടാവേ, നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. പേരറിയാത്തൊരു പെൺകിടാവേ, നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. കോതമ്പക്കതിരിൻ്റെ നിറമാണ്, പേടിച്ച പേടമാൻ മിഴിയാണ്. കയ്യിൽ വളയില്ല, കാലിൽ കൊലുസില്ല, മെയ്യിൽ അലങ്കാരമൊന്നുമില്ല. ഏറുന്ന യൗവനം മാടി മറയ്ക്കുവാൻ കീറിത്തുടങ്ങിയ ചേലയാണ്. ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്തു തന്നെ വിളിച്ചാലും നീ എന്നും നീയാണ്. കോതമ്പു പാടത്ത് നീർ പെയ്തു പോകും മുകിലാണ്. ഇപ്പൊ തിയേറ്ററുകൾ ഓടുകയാണ് ഫുക്രി എന്ന സിനിമ. അതിലും ഒരു പാട്ട് പാടി. ഫുക്രിയില് സിദ്ദിഖ് സാറിൻ്റെ എത്രത്തോളം എങ്ങനെ ഉണ്ട് ആ പാട്ടിൻ്റെ ഒരു ഫീഡ്ബാക്ക്? വളരെ നല്ല അഭിപ്രായം കേട്ടു പാട്ടിനെ കുറിച്ച്. ഒരുപാട് സന്തോഷമുണ്ട് സിദ്ദിഖ് സാറിൻ്റെ മൂവിയിലൊരു അവസരം കിട്ടുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. സിനിമ കണ്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് മ്യൂസിക് ചെയ്തിരിക്കുന്ന ഒരു പുതിയ ആളാണ്. 2 പേരാണ് ആ സിനിമയിൽ മ്യൂസിക്. ഉണ്ട്. ഞാൻ സുദീപ് സാറിൻ്റെ പാട്ടാണ് പാടിയിരിക്കുന്നത്. നജീം അർഷാദ് എൻ്റെ മെയിൽ വേർഷൻ, ഞാൻ ഫീമെയിൽ വേർഷൻ. അങ്ങനെയാണ് അതിൻ്റെ ഒരു 4 വരി പാട്. കുഞ്ചിവ കൺമണി നെഞ്ചിലെ പൊന്മണി, കുഞ്ചിവ കൺമണി നെഞ്ചിലെ പൊന്മണി, ലാ 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 ലാ. നെറുകയിലിളവേൽ തഴുകിയ താമര മലരു പോലോമനേ, തളരുമൊരിലകളിൽ ജലഗണമണികൾ പോൽ വന്നു നീ ജീവനേ. അരികിൽ നീ കുഞ്ചും നാദമായി, മടിയിൽ നീ തങ്കത്താലമായി, തെളിയുക പ്രിയമൊരു പുലരുളി പുഞ്ചിരിയായി. നെറുകയിലിളവേൽ തഴുകിയ താമര മലരു പോലോമനേ, തളരുമൊരിലകളിൽ ജലഗണമണികൾ പോൽ വന്നു നീ ജീവനേ.
ഫുക്രി ഒരു മുസ്ലിം കുടുംബത്തിന്റെ ഒരു കഥ പറയുന്ന ഒരു പശ്ചാത്തലമാണ്. മുസ്ലിം കുടുംബം എന്നൊക്കെ പെട്ടെന്ന് എനിക്ക് മാപ്പിളപ്പാട്ടാണ് ഓർമ്മ വരുന്നത്. മാപ്പിളപ്പാട്ടെന്ന് പറയുമ്പോൾ തന്നെ അപർണ പാടിയ ഞാൻ കഴിഞ്ഞ വർഷം കേരള സംഗീത നാടക അക്കാദമി അവാർഡ് കിട്ടി. അർജുന മാഷിന്റെ സംഗീതമാണ്, മുത്തശ്ശന്റെ വരികൾ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ. എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു, KPSC നാടകമാക്കിയപ്പോൾ അതിൽ എൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അർജുന മാഷിന്റെ പാട്ട് മുമ്പും പാടിയിട്ടുണ്ട് നാടകങ്ങളിൽ. അപ്പോൾ ഇങ്ങനെ ഒരു അദ്ദേഹത്തിന്റെ ഒരു പാട്ടിന് തന്നെ ഇങ്ങനെ, പ്രത്യേകിച്ച് നാടകഗാനം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു ഗൃഹാതുരതയാണ്. ശരിക്കും അത് അർജുന മാഷിന്റെ ശരിക്കും വളരെ മനോഹര നാടക ഗാനങ്ങളെല്ലാം ഞാൻ പാടിയിട്ടുള്ളതും അതിനകത്ത് ബാക്കി പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും എത്ര മനോഹരമാണ്. അദ്ദേഹം ഈ പ്രായത്തിന് ശരിക്കും ഒരു ജീനിയസ് ആണ് അദ്ദേഹം. അതെ, ലെജൻഡ്സ് ആർ ഓൾവേസ് ലൈക്ക് ദാറ്റ്. പാടാം. കണ്ണാടി കവിളത്ത് പാക്യത്തിൻ മറുകൊള്ള കൺമണിയാം കുഞ്ഞു പാത്തുമ്മ, ആനമക്കാരിൻ്റെ പുന്നാരമോളുടെ പുന്നാരമോളാം കുഞ്ഞു പാത്തുമ്മ, ആനമക്കാരിൻ്റെ പുന്നാരമോളുടെ പുന്നാരമോളാം കുഞ്ഞു പാത്തുമ്മ, കണ്ണാടി കവിളത്ത് പാക്യത്തിൻ മറുകൊള്ള കൺമണിയാം കുഞ്ഞു പാത്തുമ്മ. എത്രത്തോളം ആക്റ്റീവാണ് സോഷ്യൽ മീഡിയയിലൊക്കെ? സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആക്റ്റീവാണ് ഞാൻ. എന്റെ കാര്യം നോക്കി ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതും, ഞാൻ പോവും. പിന്നെ ബാക്കി ഇപ്പം എൻ്റെ ഫിലിമിലെ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള അങ്ങനെ സിംഗേഴ്സ് അവരുടെയൊക്കെ പോസ്റ്റിൽ അങ്ങനെ കമന്റ് ചെയ്യും. ഞാൻ എൻ്റെ പാട്ടിന്റെ കാര്യങ്ങൾ വിശേഷങ്ങൾ പറയും. എനിക്ക് പണ്ട് +2 പഠിക്കുന്ന കാലത്ത് കണ്ട ഒരു ഓർമ്മയാണ്. ഭയങ്കര കുട്ടിത്വം കുസൃതിയും കുറച്ചുകൂടി ബഹളുണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞ ഞങ്ങൾ ഒത്തിരി മാറിപ്പോയി. അതിന് വലിയ വ്യത്യാസം ഇല്ല ശരിക്കും. ഞാൻ ചെറുതായിരുന്നപ്പോഴാണ് മകരിസയും അതാണ് ആ ഒരു ഷോട്ട്, ആ TV ഷോയിലെ പെട്ടെന്ന് അതിലേക്ക് അഭിപ്രായങ്ങൾ എന്ന് വെച്ചാൽ അത് പക്ഷെ വളരെ എൻജോയ് ചെയ്തു. അതെല്ലാം കുട്ടികളെ വല്ലാത്ത കൗതുകം ശരിക്കും. അത് ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ ആ ചെയ്തവരെല്ലാരും പറയും നമ്മുടെ ലൈഫിലെ ശരിക്കും ഒരു ഹാപ്പി ഡേയ്സ് ഓഫ് ലൈഫ് ശരിക്കും അങ്ങനെ പറയാം. കാരണം എല്ലാ മാസവും ഒരു എക്സ്കർഷൻ പോലെ ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലത്ത് ട്രിപ്പായിട്ട് ബസ്സിൽ എല്ലാവരും കൂടി പോയിട്ട്, എല്ലാവരും ഏകദേശം ഒരേ പ്രായമാണ് ഞങ്ങൾ ആ കുട്ടികളും. അപ്പോൾ പാരൻസ് എല്ലാവരും ഒരു ഫാമിലി പോലെയായി. അപ്പോൾ ഓരോ സ്ഥലത്ത് പോയിട്ട് അവിടെ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുക, തിരിച്ചു വരിക, ഒരു ആഘോഷമായിരുന്നു ശരിക്കും. ഒരുപാട് ഒതുങ്ങിപ്പോയി എന്ന് പറഞ്ഞൊക്കെ ഞാൻ പിൻവലിച്ചു. കാര്യം വാലന്റൈൻ വീക്കാണ്. എത്ര പാവാണെങ്കിൽ നിങ്ങളുടെ ഒരു ലവ് മാരേജുമാണ്. എങ്ങനെ ഒപ്പിച്ചു? ഇത് എങ്ങനെയായിരുന്നു ഈ പ്രണയം? ഈ കഥ കേൾക്കാൻ എന്തായാലും ആൾക്കാർക്ക് ഒരു രസം ഉണ്ടാവും. അങ്ങനെ വലിയൊരു കഥയായിട്ട് പറയാനില്ല. സിദ്ധാർത്ഥ് എന്നാണ് പേര്, ചേച്ചിക്ക് അറിയാലോ. അതെ, നല്ലൊരു സിദ്ധാർത്ഥിന്റെ അമ്മ. സിദ്ധാർത്ഥം അധികം സംസാരിക്കില്ല, അതാണ് ഞാൻ രണ്ട് ഇൻട്രോവേർട്ട്. എങ്ങനെ? അതാണ് സിദ്ധാർത്ഥിന് ഇഷ്ടമുള്ള ടോപ്പിക്സ് ഒന്നും നല്ലോണം സംസാരിക്കും. പിന്നെ അത് പക്ഷെ എഴുതാനുള്ളൊരു സിദ്ധാർത്ഥിന് കൂടുതൽ റൈറ്റിംഗ്, എഴുത്താണ് കൂടുതൽ. വായനയും എഴുത്തും ഭയങ്കര ഇഷ്ടമുള്ളതാണ്. സിദ്ധാർത്ഥിൻ്റെ അമ്മയും എൻ്റെ അച്ഛനും കോളേജിൽ മാർവാനസിൽ അച്ഛൻ്റെ സീനിയറായിരുന്നു അമ്മ. അപ്പോൾ അങ്ങനെ അപ്പോൾ തൊട്ടുള്ള അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ അമ്മ കല്യാണം കഴിഞ്ഞ് മസ്കറ്റിലും അച്ഛനും ഇവിടെ ആയിരുന്നെങ്കിലും എല്ലാ വർഷവും വരുമ്പോൾ അവരുടെ ഒരു ഗെറ്റ് ടുഗദർ. അപ്പോൾ ഞാനും സിദ്ധാർത്ഥ ശരിക്കും ഞങ്ങൾ ചെറുതാകുമ്പോഴേ കളിച്ച് അങ്ങനെ ബാല്യകാല സുഹൃത്ത് അങ്ങനെ പറയാൻ വേണമെങ്കിൽ. അത് കഴിഞ്ഞ് പിന്നെ സിദ്ധാർത്ഥ ഒരു പോയിന്റിൽ കാനഡയിലൊക്കെ ആയിരുന്നു, പിന്നെ ഹയർ സ്റ്റഡീസിനൊക്കെ ആയിട്ട് അങ്ങനെ. പിന്നെ ഞങ്ങൾ അങ്ങനെ കോണ്ടാക്ട് അപ്പം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു കുറേ വർഷം കഴിഞ്ഞിട്ട് ഒരു റിസപ്ഷൻ, കോമൺ ഒരു വെഡ്ഡിങ് റിസപ്ഷന് വെച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ കുറേ വർഷം കഴിഞ്ഞ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പണ്ട് ഇങ്ങനെ കളിച്ചാണല്ലോ, ഇപ്പൊ കുറേ വർഷം കഴിഞ്ഞ് അങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതേപോലെ തന്നെയാണ് മിഴികൾ സാക്ഷി എന്നുള്ള സിനിമയിലെ പാട്ട്. എനിക്ക് തോന്നുന്നു ONV സർ, ദക്ഷിണാമൂർത്തി സ്വാമികൾ വർഷം 20 വർഷത്തിന് ശേഷമുള്ള ഒരു കൂട്ടായ്മ ചെയ്തത് പാട്ടാണ്. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിലൊരു മറക്കാനാവാത്ത ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ അത് കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് മഞ്ജുതരശ്രീ, അദ്ദേഹത്തിൻ്റെ അടുത്ത് നേരിട്ട് ഞാൻ ആ പാട്ട് പഠിച്ച് പാടുമായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു അനുഭവമായിരുന്നു. അതിങ്ങനെ ഓരോ പാട്ടും അതേ പാട്ട് തന്നെ ഓരോ പ്രാവശ്യവും ഓരോ മ്യൂസിക്കായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ പ്രാവശ്യം പാടുമ്പോഴും അത് വേറൊരു ട്യൂണായിരിക്കും. അപ്പൊ സ്വാമി പറഞ്ഞു ഇനി ഞാൻ റെക്കോർഡ് ചെയ്തോളൂ, അല്ലെങ്കിൽ പിന്നെയും. അപ്പൊ അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് പഠിച്ചിട്ട് വന്നപ്പം
താങ്ക് യു. നല്ല സോങ് അല്ലേ? നല്ല കുറേ പേർക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം കുറേ പേർക്ക് കുറച്ച് പേർക്ക് അറിയില്ല, ഞാൻ അത് ആരാ പാടിയിട്ടില്ലെന്നുള്ളത് അറിയില്ല. അത് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലവർ ഞാൻ വിളിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ കോളർ ട്യൂൺ ഈ പാട്ട് കേൾക്കും. പക്ഷെ അവർക്ക് അറിയില്ല. അപ്പം ഞാനിങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ പറയും ഇത് ഞാനാ പാടി പറയുമ്പോൾ അയ്യോ ആണോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ വലിയ സന്തോഷം. അപ്പം അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ആൾക്കാർക്ക്. മഞ്ജുതര ശ്രീലതികാഗ്രഹത്തിൽ എൻ കഞ്ചലോചന നിന്നെ കാത്തിരിപ്പൂ ഞാൻ കാത്തിരിപ്പൂ. മഞ്ജുതര ശ്രീലതികാഗ്രഹത്തിൽ എൻ കഞ്ചലോചന നിന്നെ കാത്തിരിപ്പൂ ഞാൻ കാത്തിരിപ്പൂ. വന്നടയാനെന്തേ വൈകുന്നു നീ, എന്തേ എന്നെ മറന്നുവോ കണ്ണാ, നിനക്കെന്നെ മറക്കുവാനാമോ. മഞ്ജുതര ശ്രീലതികാഗ്രഹത്തിൽ എൻ കഞ്ചലോചന നിന്നെ കാത്തിരിപ്പൂ ഞാൻ കാത്തിരിപ്പൂ. വാട്ട് എ സോങ്. മലയാള സിനിമയിലെ ശരിക്കും ഗാനരംഗത്ത് എന്ന് പറഞ്ഞാൽ ONV സാറിൻ്റെ സംഭാവനകൾ ഏറെയാണ്. എത്ര പാട്ടുകൾ, എത്ര മെലഡീസ്. ഒരു മെയിൽ വേർഷൻ ഓർമ്മ വരുന്നത് ഏത് പാട്ടാണ്? മുത്തശ്ശന്റെ പാട്ട് മെയിൽ അതെ അതെ വോയിസ് പാടിയത് എനിക്ക് ഇഷ്ടമല്ലേ. അത് ഒരുപാട് പാട്ടിലുണ്ട് അങ്ങനെ. പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു മെയിൽ സോങ്സ് ഒന്ന് പാടാൻ പറ്റിയിരുന്നെങ്കിൽ ചിലതൊക്കെ ശരിക്കും അതിന്റെ ബ്യൂട്ടി കാണുമ്പോൾ നമ്മൾ അറിയാതെ ഒരു വട്ടം കൂടി ആയാലും അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ കുറെ സോങ്സ് ഉണ്ട്. അപ്പൊ ഏതാണ് പാടുന്നത്? എവർഗ്രീൻ സോങ്, ഇഷ്ടമുള്ള പാട്ട്. അപർണയ്ക്ക് പെട്ടെന്ന് മനസ്സിലോടി വരുന്ന പാട്ട് പാടും. മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോടു ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോടു ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. നേരത്തെ നമ്മൾ ഡീവിയേറ്റ് ചെയ്തു പോയി. ശരിക്കും വീട്ടില് നിങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണോ അറിഞ്ഞത്, അതോ വീട്ടുകാർക്ക് അറിയാം സിദ്ധാർത്ഥിന്റെ കാര്യം അവിടെ വെച്ച് നമ്മൾ പാട്ട് കയറി വന്നപ്പോൾ അത് ഡീവിയേറ്റ് ചെയ്തു പോയി? അല്ല, വീട്ടിലാ പറഞ്ഞപ്പോൾ തന്നെ അറിഞ്ഞിട്ടുള്ളൂ. പക്ഷെ എന്നാലും അങ്ങനെ സന്തോഷമായിരുന്നു ശരിക്കും. എൻ്റെ വീട്ടിലാണെങ്കിലും സിദ്ധാർത്ഥിന്റെ വീട്ടിലാണെങ്കിലും എതിർപ്പ് അവര് ഒരു വളരെ ഇഷ്ടപ്പെട്ട സന്തോഷമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അത് അവർക്ക് അറിഞ്ഞപ്പോൾ. കാരണം ഇത്രയും വർഷമുള്ള അച്ഛൻ്റെയും സിദ്ധാർത്ഥിന്റെയും ഫ്രണ്ട്സാണ്. അപ്പം അങ്ങനെ ഒരു കുറച്ചും കൂടി ആ ബന്ധത്തിനൊരു അർത്ഥം വന്നു. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞൊരു 1 വർഷം കഴിഞ്ഞപ്പോൾ ആയിരുന്നു കല്യാണം. അത് പിന്നെ പ്രൊസീജിയർ അനുസരിച്ചായിരുന്നു. വേറെ പ്രശ്നങ്ങളും ഇല്ല. ആർക്കൊന്നും പറയാനും പറ്റില്ല. എല്ലാവരുടെയും നോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും ലവ് മാരേജ് ആണ്. അതുകൊണ്ട് വീട്ടിലായാലും മുത്തശ്ശൻ തൊട്ട് ഇങ്ങോട്ട്. അപ്പം പിന്നെ ഇന്നത്തെ കാലത്ത് എന്താ പറയണ്ടേ, വലിയ ഒരു ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയപ്പെടാം. അതിനൊരു പടിയുണ്ട്. കുറേ കാലത്തെ ഫ്രണ്ട്ഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അറിയാൻ പറ്റും. അതെ, സിദ്ധാർത്ഥിൻ്റെ ഫാമിലി ശരിക്കും അങ്ങനെ ഒരു ഫാമിലി കിട്ടിയത് എൻ്റെ ഒരു ഭാഗ്യമാണ്. കാരണം ഇത്രയും സപ്പോർട്ടീവാണ് എനിക്ക് പാട്ടിലേക്ക്. ഇപ്പം കല്യാണം കഴിഞ്ഞ് നമുക്ക് ആ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. സ്റ്റേജ് ഷോസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് യാത്രകളുണ്ട്. പിന്നെ സിദ്ധാർത്ഥിന് ആദ്യം ഡൽഹിയിലും മസ്കറ്റിലൊക്കെ ആയിരുന്നു ജോലി. അപ്പം ഞാൻ എൻ്റെ പാട്ടിന് വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്.
സിദ്ധാർത്ഥും കൂടി ഇവിടേക്ക് ജോലി നോക്കി. അപ്പോൾ അതൊക്കെ ഒരു ശരിക്കും വലിയ സപ്പോർട്ടാണ് സിദ്ധാർത്ഥിൻ്റെ പേരൻസും വീട്ടിലെല്ലാവരും. സ്റ്റേജ് ഷോസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടേതൊരു സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കും. കുറേ പാട്ടുകൾ നമ്മൾ പഠിച്ചു വെച്ച നമ്മുടെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് നമുക്ക് മുൻപേ ഉള്ള ലെജൻഡ്സ് പാടി വെച്ചതാണെങ്കിൽ പോലും നമുക്ക് സ്ട്രെങ്ത് ഏരിയ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ അപർണയ്ക്ക് ഏതായിരിക്കും? ഏത് പാട്ടുകൾ കാറ്റഗറി? അതെ അതെ. ഞാൻ കൂടുതൽ എനിക്ക് തോന്നുന്നു മെലഡി സോങ്സ് ആണ്. എല്ലാ ടൈപ്പും പാടേണ്ടി വരും സ്റ്റേജ് പ്രോഗ്രാംസിൽ. പക്ഷേ എനിക്ക് കൂടുതലും ഇഷ്ടവും മെലഡി പാടാനാണ്. പക്ഷെ നമുക്കിപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കാൻ പറ്റില്ല, എല്ലാ ടൈപ്പും പാടണം. ജാനകിയമ്മ ഏത് സിംഗേഴ്സിൻ്റെയാണോ? അതെ, അങ്ങനെ എനിക്ക് എല്ലാവരുടെയും പാടിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് അതിപ്പോൾ ബാക്കിയുള്ളവരോട് ചോദിക്കണം എനിക്ക് എൻ്റെ പാടുമ്പോൾ ഏതാണ് ഇഷ്ടം എന്നുള്ളത്. എനിക്ക് നമ്മൾ പഠിച്ചു വെക്കുന്ന കുറേ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന ഒരു ഏരിയ ഉണ്ടാവില്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏതാണ് കൂടുതൽ വരുന്നത്? അത് മെലഡി സോങ്സ് തന്നെയാണ് കൂടുതൽ. മലയാളം ആണെങ്കിലും ഹിന്ദി, തമിഴെല്ലാം ഇഷ്ടംപോലെ പാട്ടുകളുണ്ടല്ലോ നമുക്ക് ലെജൻസ് ഉണ്ടാക്കി. മെലഡി എന്ന് പറയുമ്പോഴാണ് സ്റ്റേജ് ഷോസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ വിഷ്വൽ സിംഗിങ് ആണ്. അപ്പം നമ്മൾ കാണാറുണ്ട് ആടുന്നവർ തന്നെ പാടുന്നു, പാടുന്നവർ തന്നെ ആടുന്നു. അതിൻ്റെ പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. അപ്പം എങ്ങനെ കാണുന്നു അതിനെ? അത് ഞാൻ ബാക്കിയുള്ളവർ എനിക്കങ്ങനെ എന്താ പറയുക, അതൊരു ചീത്ത കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടം. അവർക്ക് പാടുമ്പോൾ ഡാൻസ് ചെയ്യാൻ തോന്നുന്നു, ഡാൻസ് ചെയ്യുന്നു. ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കില്ല അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ ഡാൻസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് എൻജോയ് ചെയ്യും. ചില പാട്ടുകൾ പാടുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യും, ശരിക്കും. അല്ലെങ്കിൽ താളം, അങ്ങനെ ഒരു ചെറിയൊരു മൂവ്മെൻറ്റ്. അല്ലാതെ ഒരു അങ്ങനെ ഇരുന്ന് ഡാൻസ് ചെയ്തൊന്നും എനിക്ക് പാടാൻ പറ്റില്ല. നമുക്ക് പാടാനും എനിക്ക് ബുദ്ധിമുട്ടാണ്. അതങ്ങനെ പാടാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അത് അവരുടെ ഒരു കഴിവ് തന്നെയാണ്. അതെ. അങ്ങനെ നോക്കുമ്പോൾ സ്റ്റേജ് ഷോസിലെ ഏറ്റവും കൂടുതൽ മെമ്മറി തന്ന ഒരു പാട്ട് ഏതായിരിക്കും? അത് എന്തൊക്കെ പറഞ്ഞാൽ നമുക്ക് പ്രിയപ്പെട്ട ഒരു സ്റ്റേജ് കാണില്ലേ? അയ്യോ, അങ്ങനെ എനിക്ക് പക്ഷെ പ്രത്യേകിച്ച് മുത്തശ്ശൻ്റെ പാട്ടുകളുടെ ഒരു പരിപാടിയാണെങ്കിൽ, അല്ലെങ്കിൽ മുത്തശ്ശൻ്റെ പാട്ട് അങ്ങനെ ഒരു പരിപാടിക്ക് എനിക്ക് ശരിക്കും ആ മുത്തശ്ശനോടുള്ള സ്നേഹം അതായിരിക്കും. അപ്പോൾ അത് എന്നോട് അങ്ങനെ എനിക്ക് കാണാറുണ്ട്, എന്നോട് കാണിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ എനിക്കൊരു അഭിമാനവും എല്ലാം തോന്നുന്ന നിമിഷങ്ങളാണ്. ഇപ്പോൾ മുത്തശ്ശൻ ഇപ്പോൾ ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒരുപാട് അനുസ്മരണ ഫങ്ഷൻസിന് പോയി. അപ്പോൾ അതൊക്കെ ശരിക്കും ഒരുപാട് ഇമോഷണലും എല്ലാം ആയ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മൾ അത് കഴിഞ്ഞൊരു 10 ദിവസം തൊട്ട് അനുസ്മരണ ഫങ്ഷൻസ് ഉണ്ടായിരുന്നു പാടാൻ. അപ്പോൾ ആ സമയത്തൊക്കെ പാടാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ വിചാരിക്കും മുത്തശ്ശന് ഏറ്റവും സന്തോഷം ഞാൻ പാടുന്നതാണ്. അപ്പോൾ അത് അങ്ങനെ വീട്ടിലെല്ലാവരും എൻകറേജ് ചെയ്തിട്ട് അങ്ങനെ എനിക്ക് ഒരു ഇതായിരുന്നു. എങ്ങനെ എനിക്ക് പറ്റില്ല പാടാൻ എന്ന് വെച്ചാൽ ഒരു 10 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ശരിക്കും അപ്പോൾ സ്റ്റേജ് പാടുമ്പോഴൊക്കെ അങ്ങനെ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മറക്കാനാവാത്ത ചില അങ്ങനത്തെ സ്റ്റേജസ് ഉണ്ട്. അല്ലാതെ സന്തോഷം മുത്തശ്ശൻ്റെ സാന്നിധ്യത്തിലാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ പാടുന്നത്, ഒരു 12 വയസ്സുള്ളപ്പോൾ. അപ്പോൾ അതും എനിക്കിതേപോലെ മറക്കാനാവാത്തൊരു സ്റ്റേജ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഗുലാം അലി സാബ് വന്നപ്പോൾ ഒരു ഗസൽ പാടാനുള്ള വലിയൊരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ എനിക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ തന്നെ. ഗസലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇനി നമുക്കൊരു ഗസൽ ആസ്വദിക്കും. സൂര്യ ഫെസ്റ്റിവലിൽ കഴിഞ്ഞ വർഷം പാടാൻ കൃഷ്ണമൂർത്തി സാർ ഒരു അവസരം തന്നു. അതൊരു വലിയ അനുഗ്രഹമാണ് സാറിൻ്റെ. ഒരുപാട് നന്ദിയുണ്ട് സാറിന് അതിന്. മുത്തശ്ശൻ ആദ്യമായിട്ട് ഞാൻ ഗസൽ ചെയ്തത് ഞാൻ 2015 ഗസൽ ഒരു കോൺസേർട്ട് ചെയ്തത്. അല്ല ആദ്യത്തെ ഗസൽ കോൺസേർട്ടോ അല്ല, ശിവൻസ് ഫൗണ്ടേഷൻ അല്ല, സൂര്യയുടെ ഫംഗ്ഷൻ YWC ആയിരുന്നു. അപ്പോൾ മുത്തശ്ശൻ സൂര്യ ഫെസ്റ്റിവലിൽ ഞാൻ പാടുന്നു എന്നുള്ളത് അറിഞ്ഞിരുന്നു. അപ്പോൾ അത് ആ ഒരു ആശ്വാസമുണ്ട്. പക്ഷെ എന്നാലും മുത്തശ്ശൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊരു വലിയൊരു എപ്പോഴും അതൊരു സങ്കടമായിരിക്കും. तेरे अंजाम पे रोना आया है मोहब्बत तेरे अंजाम पे
जाने क्यों आज तेरे नाम पे रोना आया, जाने क्यों आज तेरे नाम पे रोना आया, ऐ मोहब्बत तेरे अंजाम पे रोना आया, ऐ मोहब्बत. സാധാരണ എഴുത്തുകാരായാലും നമ്മളെപ്പോഴും കാണാറുണ്ട് ഏകാന്തത തേടി, അല്ലെങ്കിൽ ചിലപ്പം ഓരോരുത്തർക്കും ഓരോ കംഫർട്ട് ഏരിയ കാണുമായിരിക്കും. എപ്പോഴും യാത്ര ചെയ്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോയിരുന്ന് ഒറ്റയ്ക്കിരുന്നാണ് എഴുതാറ്. പക്ഷെ ONV സാറിൻ്റെ എഴുത്തുകൾ ഇത്രയും മഹാരചനകൾ, ഇത്രയും വലിയ വലിയ സംഭാവനകൾ ചെയ്ത് നമുക്ക് കിട്ടിയ എല്ലാ കവിതകളായാലും എല്ലാ പാട്ടും സാറിൻ്റെ റൂമിലിരുന്നാണ്. അതെ അതെ, അത് എങ്ങനെ മെമ്മറൈസ് ചെയ്യുന്നത്? മുത്തശ്ശൻ ഒരു മുറിയുണ്ട്, മുത്തശ്ശൻ അവിടെ ഇരുന്നിട്ടാണ് എഴുതാറുള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മളാരും അങ്ങോട്ട് പോകാറില്ല. മുത്തശ്ശൻ അവിടെ ഏകാന്തമായിട്ടിരുന്ന് എഴുതും. പക്ഷെ നമ്മളെല്ലാവരും ഒന്ന് വീട്ടിൽ വേണം, അല്ലാതെ വേറൊരു സ്ഥലത്ത് അതിന് വേണ്ടി ഒറ്റയ്ക്ക് പോയി താമസിച്ച് അങ്ങനെയൊന്നും മുത്തശ്ശന് പറ്റില്ല. അപ്പോൾ മുത്തശ്ശൻ ഇടയ്ക്ക് ബ്രേക്ക് ഒരു ഇതിന് വേണ്ടി നമ്മുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കും, അത് കഴിഞ്ഞ് തിരിച്ചു പോയി പിന്നെയും ഒറ്റയ്ക്കിരുന്ന് എഴുതും. അങ്ങനെ ഒരു രീതിയായിരുന്നു. ഏതെങ്കിലും പാട്ട് പെട്ടെന്ന് മുത്തശ്ശൻ എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാണ്? മുത്തശ്ശൻ എഴുതിയ യൂഷ്വലി സാധാരണ അച്ഛമ്മയാണ് ആദ്യം കേൾപ്പിക്കാറുള്ളത്. ആദ്യം ആന്റി കാണും, അതെ, എന്നിട്ട് പിന്നെ ബാക്കി നിങ്ങളുടെ അടുത്തോട്ട് വരും. പെട്ടെന്ന് എന്തെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ചില പാട്ട് ഏതോ ഒരു പ്രാവശ്യം എനിക്ക് താരപ്പകിട്ട് ആദ്യമായി തുടങ്ങുന്നത് ONV സാറിൻ്റെ ഇന്റർവ്യൂ വെച്ചാണ്. അപ്പം എന്നോട് ഒരു പാട്ട് 10 മിനിറ്റ് കൊണ്ട് എഴുതിയ സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. മുത്തശ്ശന് ചിലപ്പോൾ ഇപ്പം ഇന്ന സമയം എന്നില്ല, പക്ഷെ മുത്തശ്ശനും യൂഷ്വലി വെളുപ്പിന് ആ സമയത്തൊക്കെ ആയിരുന്നാണ് എഴുതുന്നത് കൂടുതലും. എന്നാലും ചിലപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു എന്താ പറയുക, പെട്ടെന്ന് എഴുതി തീർക്കുന്ന പാട്ടുകളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് മുത്തശ്ശൻ പറഞ്ഞിട്ട്. അല്ലാതെ ഇപ്പോൾ റെക്കോർഡിംഗ് ആയാലും അപർണയ്ക്ക് ഇപ്പം ബിജുബാലിൻ്റെ കൂടെ പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജോൺസൺ മാസ്റ്റർ കൂടെ ജോൺസൺ മാസ്റ്റർ ഒരു ആൽബത്തിൽ പാടിയിട്ടുണ്ട്. അപ്പം ജോൺസൺ മാസ്റ്റർ ഒരു പാട്ട്, ജോൺസൺ മാസ്റ്റർ ഒരുപാട് പാട്ടുകളുണ്ട് മുത്തശ്ശൻ്റെ രചനയിലുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അധികം ആരും പാടി കേൾക്കാത്തൊരു പാട്ടാണ് ഒരു നാൾ ശുഭരാത്രി. ജോൺസൺ മാസ്റ്റർ അവസാനമായിട്ട് മുത്തശ്ശൻ്റെ കൂടെ ചെയ്തത് ജയേട്ടൻ്റെ സിനിമയിലെ പാട്ട് ഗുൽമോഹർ. ഒരു നാൾ ശുഭരാത്രി നേർന്നു പോയി നീ, ഇതിലേ ഒരു പൂക്കിനാവായി വന്ന നീ, രജനീ സുഗന്ധി പൂക്കും രമണീയയാമമായി പറയൂ നീ എങ്ങു പോയി, ഒരു നാൾ ശുഭരാത്രി നേർന്നു പോയി നീ, ഇതിലേ ഒരു പൂക്കിനാവായി വന്ന നീ. വിജയും ശ്വേതയും പാടിയ പാട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ പാട്ടിന് അർഹിച്ച ഒരു അംഗീകാരം കിട്ടി. അത്രയും പോപ്പുലർ ആയില്ല, പക്ഷെ വളരെ നല്ല മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. നമ്മൾ എത്രയൊക്കെ പാട്ടിൽ എവിടെയൊക്കെ പോയാലും വീണ്ടും ONV സാറിലെത്തും. മനസ്സിൽ വരുന്ന ഒരു കവിത? ഒരുപാട് കവിതകളുണ്ട് മുത്തശ്ശൻ്റെ. ഞാൻ യൂത്ത് ഫെസ്റ്റിവൽസിനെല്ലാം അപ്പത്തൊട്ട് ചൊല്ലുന്നതാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് മുത്തശ്ശൻ്റെ കുറച്ച് കവിതകൾ അച്ഛൻ മ്യൂസിക് ചെയ്തിട്ട് മനോരമ മ്യൂസിക് റിലീസ് ചെയ്തിരുന്നു. മുമ്പും ചെയ്തിട്ടുണ്ട് അത്. അപ്പോൾ അവർക്ക് ഈ ഫെബ്രുവരി 13 ഒരു ആൽബം അങ്ങനെ ചെയ്യണം എന്നുള്ളത് അവർ അച്ഛനോട് അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ജയേട്ടൻ പാടിയിട്ടുണ്ട്, വാണിയമ്മ, കൃഷ്ണേന്ദ്രൻ ചേട്ടൻ, വേണു ഗോപാൽ അങ്കിള്, പിന്നെ കല്ലറ ഗോപൻ അങ്കിള് പാടിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു കവിത ചൊല്ലി. അതിൽ അപർണ ചൊല്ലിയ കവിത അത് ആരു നീ യാദവ എന്നുള്ള കവിതയാണ് ചൊല്ലിയത്. അതിൻ്റെ CD റിലീസ് ഫെബ്രുവരി 13 മുത്തശ്ശൻ്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൻ്റെ അന്ന് റിലീസ് ചെയ്തു. ആരു നീ യാദവ
ദേവനോ ദൈത്യനോ മർത്യനോ ആരു നീ തൻ കുഞ്ഞിനെ മുലയൂട്ടുവാനാവാതെ പോയ പെറ്റമ്മതൻ ദുഃഖമോ വൃന്ദകൾ പൂക്കുന്നൊരങ്കണത്തിൽ വളർത്തമ്മതൻ കണ്ണിൽ നിറഞ്ഞ നീലാഭ്രമോ ആയക്കുലാങ്കനമാർ മാറിലണിയുവാൻ ആശിക്കുമിന്ദ്രനീല കല്ലുമാലയോ ഇരുകുലവധുക്കളാം ഈരിലകൾ തന്നടുവിൽ വിരിയുമൊരു നീല കടമ്പു പൂവോ വെറും പാൽക്കാരിയാകുമൊരു പെൺകിടാവോടൊത്തു രാത്രി മുല്ലക്കുടിലിൽ ഗൂഢം രമിച്ച വിടഭൃംഗമോ പെങ്ങളായി സ്നേഹിച്ച കൃഷ്ണതൻ ഭഗ്നാഭിമാനത്തെ വീണ്ടെടുക്കാൻ സഭയിലെത്തുന്ന ഭാസുര ഭ്രാതൃസ്വരൂപമോ വിശ്വം മുഴുവൻ തിളക്കുന്ന രൂപമോ ആരു നീ യാദവ ആരു നീ മാധവ. അപർണ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. മനസ്സിൽ ചേർത്ത് വെക്കുന്ന ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ഏതായിരിക്കും ഇതുവരെയുള്ള? എനിക്ക് എൻ്റെ പാടിയ പാട്ടിലെല്ലാം എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഇപ്പോഴും അങ്ങനെ എന്നാലും കൂടുതൽ ആൾക്കാർ ഒരു ഇഷ്ടപ്പെട്ട് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്തതും പിന്നെ ഒരു അംഗീകാരം ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയതും കലാ കേരള അവാർഡും വേൾഡ് മലയാളി കൗൺസിൽ അവാർഡ്, അങ്ങനെ 3 അംഗീകാരങ്ങൾ ആ വർഷം ഈ മഞ്ജുധരശ്രീ എന്നുള്ള പാട്ടിന് കിട്ടിയിരുന്നു. പിന്നെ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സംഗീതം. അപ്പോൾ അതൊരു എല്ലാം കൊണ്ടും അതെനിക്കൊരു വലിയ അനുഗ്രഹമായിരുന്നു ആ പാട്ട് പാടാൻ പറ്റിയത്. അപർണ എങ്ങനെയാ പറഞ്ഞ കുക്കിങ്ങിലൊക്കെ എത്രത്തോളം സമയം പാട്ടിന് വേണ്ടി സമയം? എനിക്ക് കുക്കിംഗ് ശരിക്കും ഇഷ്ടമാണ്. ചോദിച്ചോളൂ കുഴപ്പമില്ല. പക്ഷെ എല്ലാ ദിവസവും അങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റാറില്ല. ഈ പാട്ടിന്റെ അതൊക്കെ വരുമ്പോ നമുക്ക് അങ്ങനെ എല്ലാ ദിവസവും ഇരുന്ന് കുക്ക് ചെയ്യാൻ അല്ല, എന്നാലും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ലേ, ഞാനൊരു നല്ല കുക്കാണ്. കുഴപ്പമില്ല ആണല്ലേ? ഏതൊക്കെയാണ് ഏരിയ? വെജ് ആണോ നോൺ വെജ് ആണോ? നോൺ വെജ് ആണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. വെജും ചെയ്യും, ചിക്കൻ മട്ടൺ. സിദ്ധാർത്ഥ് ഫുഡിയാണോ? സിദ്ധാർത്ഥിന് അങ്ങനെ ഫുഡി എന്ന് പറയാൻ ഇഷ്ടമാണ്. എന്ന് വെച്ചിങ്ങനെ ഒരുപാട് കഴിക്കും. ഇഷ്ടമാണ് എക്സ്പെരിമെന്റ് ചെയ്യാൻ എല്ലാം. അങ്ങനെ അത് ഇഷ്ടമാണ് കഴിക്കാൻ. എന്നും മലയാള സിനിമയിൽ കൂട്ടുകെട്ടുകൾ നമുക്ക് ഓർമ്മിക്കാവുന്ന ഒരുപാട് സംഭാവന ചെയ്തിട്ടുള്ള കെട്ടുകളുണ്ടായിട്ടുണ്ട്. അതുപോലെയുള്ള 2 മഹാരഥന്മാരാണ് ONV സർ, ദേവരാജൻ മാഷ്. നാടകഗാന രംഗത്തായാലും സിനിമാ ഗാന രംഗത്തായാലും ആ കൂട്ടുകെട്ടിലെ പാട്ട് എങ്ങനെ ഓർക്കുന്നു? ആ ഒരു മുത്തശ്ശൻ്റെ ഏറ്റവും അടുത്ത എന്താ പറയുക സുഹൃത്തുക്കളിൽ ദേവരാജൻ അപ്പൂപ്പൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അപ്പൂപ്പൻ എന്ന് വിളിക്കുന്നതും. കാരണം ദേവരാജ് മാഷെന്ന് എല്ലാവരും വിളിക്കുന്ന പോലെ ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അങ്ങനെ നീ എന്നെ മാഷെന്ന് വിളിക്കരുത്, ചീത്ത പറഞ്ഞു, ഇനി അപ്പൂപ്പൻ എന്നേ വിളിക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ, കാരണം അച്ഛൻ ചെറുതാകുമ്പോൾ തൊട്ട് അച്ഛനെ എടുത്ത് നടന്ന് അങ്ങനെ അപ്പം തൊട്ടുള്ള ഒരു ബന്ധമാണ് വീട്ടിൽ കുടുംബമായിട്ട്. അപ്പോൾ ലീലാമണി അമ്മൂമ്മ ആണെങ്കിലും എനിക്ക് ശരിക്കും എൻ്റെ അമ്മൂമ്മയെ പോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ ചെന്നൈയിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോഴൊക്കെ ഇപ്പോഴും അമ്മൂമ്മയുടെ അവിടെയാണ് താമസിക്കൽ. അല്ലെങ്കിൽ ഭയങ്കര പരിഭവമാണ് പോയി വീട്ടിൽ നിന്നില്ലെങ്കിൽ. ദേവരാജൻ അപ്പൂപ്പൻ്റെ പ്രോഗ്രാംസിന് എനിക്ക് അപ്പൂപ്പൻ്റെ അടുത്ത് നേരിട്ട് പഠിച്ച് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടി ഉള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ പാട്ടുകൾ നമ്മൾ പാടുന്ന സിംഗേഴ്സിനെ കൊണ്ട് അദ്ദേഹം പഠിപ്പിച്ചിട്ടാണ് പാടിക്കാറുണ്ടായിരുന്നത്. അതെ. പിന്നെ അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഒരു ആൽബത്തിൽ അവസാനമായിട്ട് ചെയ്തതിലും പാടാൻ പറ്റിയ ഒരു വലിയ ഭാഗ്യമായിരുന്നു അത്. ദേവരാജൻ അപ്പൂപ്പൻ്റെ ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ? എത്ര പാട്ടുകളാണ്. അതെ. എന്തിനി ചിലങ്കകൾ, എന്തിനി കൈവളകൾ, എൻ പ്രിയനെന്നരികിൽ വരില്ല എങ്കിൽ. എന്തിനി ചിലങ്കകൾ, എന്തിനി കൈവളകൾ,
എൻ പ്രിയനെന്നരികിൽ വരില്ല എങ്കിൽ എന്തിനെ ചിലങ്കകൾ ആ വരികളിൽ ഇരുന്നു പോയി ഞാൻ. ഇത്ര കാവ്യാത്മകമാണല്ലേ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ അത്രയും അല്ലേ സിമ്പിൾ ആയിട്ടാണ് അത് പറയുന്നത്. അത് അത്രയും എഴുതിയാൽ മതി. അത് അല്ല അതിന്റെ എല്ലാ ഭംഗി ആ അത്രയും വരികളിലും മതി. സത്യം പിക്ചറൈസ് ചെയ്യും നമ്മൾ അറിയാതെ. പഠിക്കാനൊക്കെ എങ്ങനെയായിരുന്നു? പഠിക്കാൻ ഞാൻ നല്ലൊരു കുട്ടിയായിരുന്നു. പഠിക്കാൻ കുഴപ്പമില്ല. പക്ഷെ എത്രത്തോളം എന്നിട്ട് പിന്നെ മ്യൂസിക് ആണ് പാഷൻ, എത്രത്തോളം സേഫ് ആണ് ഈ ഫീൽഡ്? എന്നാൽ ഇത് മതി എനിക്ക് അങ്ങനെ? അത് ഞാൻ പാട്ട് മതി എന്ന് തീരുമാനിച്ചത് കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു ആക്ച്വലി. ഞാൻ പഠിത്തത്തില് വളരെ ഷാർപ്പാണ്, സ്റ്റുഡിയസ് ആണെന്നൊക്കെ ഞാൻ കേട്ടു. അയ്യോ അതാരാ പറഞ്ഞു? ഞാൻ 10th SLCയിൽ ഇത് റാങ്ക് ഉണ്ടായിരുന്നു, ഫസ്റ്റ് 15 ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കോമേഴ്സ് ആണ് എടുത്തത്. അപ്പോഴും സ്കൂളിൽ റാങ്ക് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ BCom ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് പക്ഷെ പാട്ട് ശരിക്കും പറഞ്ഞാൽ ചെറുതാകുമ്പത്തൊട്ടേ എൻ്റെ കൂടെ ഉണ്ട്. പാട്ട് പരിപാടികളും പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പാട്ടിലേക്ക് ഞാൻ ആദ്യം പഠിച്ചു തുടങ്ങിയത് ഓമനക്കുട്ടി ടീച്ചറുടെ അടുത്താണ്. പിന്നെ ടീച്ചർ എന്നെ ആലപ്പുഴ ശ്രീകുമാർ സാറിൻ്റെ അടുത്തേക്ക് ആക്കി. സാറിൻ്റെ അടുത്ത് കുറേ വർഷം പഠിച്ചു. പിന്നെ ഈ പഠിത്തത്തിൻ്റെ ഇടയിലായതുകൊണ്ട് ക്ലാസ് ഇങ്ങനെ എപ്പോഴും റെഗുലറായിട്ട് കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോഴും പഠിക്കുന്നത് വർക്കല ജയറാം സാറിൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട്. പിന്നെ ചെന്നൈയിൽ പോയിട്ട് സമയം കിട്ടുമ്പോൾ മിന്നി ചേച്ചിയുടെ അടുത്തും അങ്ങനെ. അതെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ MBA ചെയ്തിരുന്നു. എന്നിട്ട് ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ആയിട്ട് 1 വർഷത്തോളം വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ സമയത്താണ് കല്യാണവും. അങ്ങനെ ശരിക്കും അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് പാട്ടും എൻ്റെ വഴി പാട്ട് തന്നെ അല്ലേ എന്നുള്ളത് എനിക്ക് ആ ഒരു തിരിച്ചറിവ് ശരിക്കും ഉണ്ടായത് അപ്പോഴാണ്. അപ്പം പിന്നെ എത്രത്തോളം എൻജോയ് ചെയ്യുന്നു ഈ ഒരു വഴി, ഈ ഒരു തീരുമാനം തീർച്ചയായിട്ടും എന്താ പറയുക, ചില സമയത്ത് തോന്നും അയ്യോ കുറച്ചും കൂടി നേരത്തെ തോന്നായിരുന്നു എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. പക്ഷെ അല്ല അങ്ങനെയല്ല. പക്ഷെ എന്നാലും ഞാൻ ഇപ്പം ഈ ഒരു ഇതിൽ ഞാൻ ഹാപ്പി തന്നെയാണ്. കാരണം ഞാൻ ഇഷ്ടമുള്ള കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു മനസ്സ് സന്തോഷമുണ്ട്. ഇപ്പോൾ എന്ത് വലുതായാലും ചെറിയ അവസരമായാലും ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സംതൃപ്തി. ഇപ്പോൾ ഒരു പാട്ട് പാടുമ്പോൾ അത് ആൾക്കാർ വന്ന് നന്നായിരുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ സംതൃപ്തി നമുക്ക് വേറെ ഞാൻ ഏത് ജോലി ചെയ്താലും എനിക്ക് കിട്ടില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് എന്തായാലും പാട്ട് തന്നെയാണ് എൻ്റെ വഴി, എൻ്റെ മേഖല തീരുമാനിച്ചു. അപ്പോൾ അതുകൊണ്ട് വീട്ടിലെല്ലാവർക്കും ശരിക്കും ഞാൻ ആദ്യമേ പാട്ടിൽ വരണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷെ എനിക്കത് തോന്നാൻ വൈകി. അതെ. അപ്പൊ മുത്തശ്ശനും എല്ലാവർക്കും അത് ഒരുപാട് സന്തോഷമാണ്. എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയുന്നത്. ഈ ഒരു വാലന്റൈൻ വീക്ക് തന്നെ എൻജോയ് ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അപർണയുടെ ഒരു പോസ്റ്റാണ്. വാലന്റൈൻ ഡേയോടനുബന്ധിച്ച് 2 ആൽബത്തിലും എനിക്കൊരു ഭാഗമാകാൻ കഴിഞ്ഞു. 2ഉം എൻ്റെ ഫ്രണ്ട്സ് ഒരു അപ്കമിങ് മ്യൂസീഷ്യൻസ് ആണ്, നല്ല കഴിവുള്ളവരാണ്. അപ്പോൾ അതിലൊരു പാട്ടിൻ്റെ ഒരു 4 വരി പാടാം. നീ തന്നെയാണെൻ മനസ്സിൻ സംഗീതം, നീ തന്നെയാണെൻ താളം, നീ തന്നെ നിലവിൻ രാഗം, നീ തന്നെയാണെൻ ശ്വാസം. ഇങ്ങനെയാണത് പോകുന്നത്. എത്രത്തോളം സോഷ്യൽ മീഡിയയിലൊക്കെ റെസ്പോൺസ് ഉണ്ട്? നമ്മളൊരു മ്യൂസിക് ഇട്ടാൽ എത്രത്തോളം കമൻറ്റ്സ്? നല്ല ഒരുപാട് നല്ല എൻകറേജിങ് നല്ല കമൻസും ആൾക്കാരുടെ ഒരു എന്താ പറയാ സപ്പോർട്ടും എല്ലാം കിട്ടുന്നുണ്ട്, എക്സ്പ്രസ് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ വന്നതുകൂടി കുറെ കൂടുതൽ നന്നായി എല്ലാവരും പ്ലാറ്റ്ഫോം കിട്ടുന്നുണ്ട്, പ്രത്യേകിച്ചും മ്യൂസീഷ്യൻസ്. അതെ അതെ. ഇന്നത്തെ കാലത്ത് ശരിക്കും നമ്മൾ സെൽഫ് മാർക്കറ്റിംഗ് എന്നുള്ള അതിന് ഇമ്പോർട്ടൻസ് അത്രയും സോഷ്യൽ മീഡിയയിൽ, കാരണം അത്രയും സിംഗേഴ്സ് ഉണ്ട്, ഒരുപാട് പാട്ടുകൾ ഉണ്ടാവുന്നു. അപ്പോൾ ഇതൊക്കെ ഏതൊക്കെ പാടി എന്നുള്ളത് ശരിക്കും സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരും. അതെ അതെ. അത് കൺഫ്യൂഷൻ വരും എന്ന് പറഞ്ഞാൽ സിംഗേഴ്സിന്റെ ഒരു സംസ്ഥാന സമ്മേളനമാണ്, എല്ലാവരും പാടുന്നവരാണ്. അപ്പോൾ പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ഒരു പാട്ട് പഴയ പാട്ടുകൾ
നമുക്ക് പെട്ടെന്ന് ഓർത്താൽ ഇത് ജാനകിയമ്മ പാടിയതാണ്, സുശീലമ്മ പാടിയത്, ചിത്രചേച്ചി, ഓ ഇത് സുചേച്ചിയുടെ പാട്ടാണ്, അത് അന്നത്തെ കാലത്ത് നമുക്ക് അറിയാം. ഐഡന്റിറ്റി ഉണ്ട്. ഇന്നെന്ന് പറയുന്നത് നല്ല പാട്ടാണെങ്കിൽ പോലും നമ്മൾ അത്രയും ഹൃദ്യമായാലേ പിന്നെ നമ്മളൊന്നും പിന്നെ നോക്കുള്ളൂ. അത്രയും ഹിറ്റായ മാത്രം നമ്മൾ നോക്കും ആരാ പാടിയത്. അല്ലെങ്കിൽ നമ്മൾ വെറുതെ കേട്ടിട്ട് അങ്ങനെ കളയാണ് ചെയ്യുന്നത്. അങ്ങനെ സിംഗേഴ്സിന് ഐഡന്റിറ്റി കുറഞ്ഞു വരുന്ന ഒരു കാലം. അങ്ങനെ ഒരു കാലമാണ് ശരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഈ സോഷ്യൽ മീഡിയ അതുകൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട്. എനിക്ക് തോന്നുന്നു സിനിമയുടെ കാര്യം വരുമ്പോൾ സോഷ്യൽ മീഡിയ കുറച്ചുകൂടെ നെഗറ്റീവ് ആണ്. കാര്യം റെസ്പോൺസ് മിശ്രിതമാവാം. പക്ഷെ പാട്ടിന്റെ കാര്യത്തിൽ വളരെ വളരെ സപ്പോർട്ടീവാണ്. അപ്പോൾ രണ്ട് വഴിയിലാണ് ആൾക്കാർ നിരീക്ഷിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. പാട്ടിനോട് ആൾക്കാർക്ക് എപ്പോഴും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാവുമായിരിക്കും. അതെ അതെ അതെ, എല്ലാ മൂഡിലും നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ്. പ്രണയം വന്നാലും വിരഹം വന്നാലും ഇഷ്ടം വന്നാലും സങ്കടം വന്നാലും നമ്മൾ കേൾക്കുന്നത് പാട്ടാണ്. റൊമാൻറ്റിക് സോങ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ONV സർ രചിച്ച ഒരു പാട്ടാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, വാതിൽ പഴുതിലൂടെ. എവർ ഗ്രീൻ സോങ് അല്ലേ? അതൊരു അതെ, ഏത് കാലത്തും നമുക്ക് എത്ര കേട്ടാലും അല്ലേ മതി വരാത്തൊരു പാദാന്തികങ്ങളിൽ പ്രണാമം പാടാം. വാതിൽ പഴുതിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകേ, അതിലോലമെൻ ഇടനായിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. വാതിൽ പഴുതിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകേ, അതിലോലമെൻ ഇടനായിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. താങ്ക് യു അപർണ. മധുരതരമീ ഓർമ്മകൾ എന്നൊക്കെ പറയുന്ന പോലെ എത്ര പറഞ്ഞാലും തീരില്ല. ജയന്തി ചേച്ചിയുടെ കുറേ വർഷമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ ചേച്ചിയായിട്ട് ഇങ്ങനെ ശരിക്കും ഒരു എന്താ പറയാ, ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ. സത്യം, എനിക്ക് എൻ്റെ കുഞ്ഞനീത്തി ഒന്ന് എന്തൊക്കെയോ വിശേഷം. ഞാൻ ONV സാറിനെ ഇങ്ങനെ കാണുമായിരുന്നു. ആ ഓർമ്മകൾ എനിക്കിങ്ങനെ മായണില്ല. എത്ര എനിക്കൊരു പ്രത്യേക സ്വാതന്ത്ര്യമായിരുന്നു. അതെ അതെ, ചേച്ചിയെ ഇഷ്ടമായിരുന്നു മുത്തശ്ശന്. താങ്ക് യു ചേച്ചി. താങ്ക് യു.